നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കുരുക്ക് മുറുകുകയാണ്. ഈ സാഹചര്യത്തിൽ കടകംപള്ളിയുടെ അറസ്റ്റ് സാധ്യത തള്ളാതെ CPM നിൽക്കുമ്പോൾ അത് രാഷ്ട്രീയമായി വൻ തിരിച്ചടിയാവും സമ്മാനിക്കുക. 5 മാസത്തിനിപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയായി കണ്ടുവച്ചിരുന്നയാൾ അറസ്റ്റ് ഭീതിയിലായിരിക്കുകയാണ്. പോറ്റിയുമായി ഉറ്റബന്ധമുള്ള കടകംപള്ളിക്ക് സ്വർണ്ണക്കൊള്ളയിലെ പങ്കിലെ തെളിവ് തേടി ഡിജിറ്റൽ പരിശോധനയുമായി SIT രംഗത്തുണ്ട്. തലസ്ഥാനത്തെ ഉന്നത നേതാവായ കടകംപള്ളിയുടെ രാഷ്ട്രീയ ഭാവി ചോദ്യം ചെയ്യലോടെ അവതാളത്തിലെത്തി നിൽക്കുകയാണ്. അറസ്റ്റ് ഉണ്ടായാൽ അതിൽ നിന്നും കരകയറി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടിക്ക് കഴിയാതെ വരും. അതേസമയം കടകംപള്ളിയുടെ മൊഴിയിൽ അവ്യക്തതയുണ്ടെന്നും വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും SIT സൂചിപ്പിച്ചിരിക്കുകയാണ്. പോറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലെ മറുപടിയിലാണ് ഈ അവ്യക്തത നിഴലിക്കുന്നത്. പോറ്റിക്ക് സഹായം ചെയ്യാൻ അപേക്ഷയ്ക്ക് മുകളിൽ എഴുതിയത് സാധാരണ നടപടിക്രമമായോ എന്നും SITക്ക് സംശയമുണ്ട്. ബോർഡിന്റെ കാര്യങ്ങളിൽ മന്ത്രി ഇടപെടാറില്ല എന്ന മറുപടിയും അത്ര തൃപ്തികരമേ അല്ല. മുൻപ് നടത്തിയ നിരവധി ഇടപെടലുകളിൽ SIT ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വ്യക്തമായി മറുപടിയും നൽകിയിട്ടില്ല. ഇതിൽ വിശദമായ പരിശോധന ആവശ്യമാണെന്നാണ് SITയുടെ നിലപാട്. SITയുടെ 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ കടകംപള്ളി അങ്ങ് വെള്ളം കുടിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് അറിവും പങ്കുമില്ല എന്നാണ് കൈകഴുകൽ. അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും ഒരു ആവശ്യം കൂടിയുണ്ട്. അപ്പൊ തന്നെ സംശയിക്കില്ലല്ലോ. അതേസമയം മൊഴികൾ പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് SIT നൽകുന്ന സൂചന. പത്മകുമാറിന്റെയും വാസുവിന്റെയും മൊഴികളും പരിശോധിക്കുന്നുണ്ട്. SITയുടെ ചോദ്യമുനയിലേക്ക് വീണ്ടും കടകംപള്ളി എത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അതേസമയം ഒരിക്കൽ കൂടി കടകംപള്ളിയെ ചോദ്യം ചെയ്താൽ അത് അറസ്റ്റിലേക്ക് നീങ്ങും. അതിന് സാധ്യതയല്ല, അത് ഉറപ്പുകൂടിയാണ്. പാർട്ടിക്കും കടകംപള്ളിക്കും അത്തരമൊരു ആശങ്ക കൂടി നിഴലിക്കുന്നുണ്ട്. അന്വേഷണ സംഘം പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ്. ഹൈക്കോടതി നിരീക്ഷണം ഉള്ളതിനാൽ അന്വേഷണത്തിൽ ഇടപെടാൻ സർക്കാരിന് പരിമിതികളുണ്ട്. പത്മകുമാറിനെതിരെ പാർട്ടി നടപടി എടുക്കാത്തത് പോലും കടകംപള്ളിയുടെ അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ടാണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും കഴക്കൂട്ടം MLAയുമായിരുന്ന കടകംപള്ളി അറസ്റ്റിലായാൽ പാർട്ടിക്ക് നടപടിയെടുക്കാതെ തരമില്ലെന്ന് വരും. 5 മാസത്തിനിപ്പുറമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ പാർട്ടി കണ്ടുവച്ചിരുന്ന കടകംപള്ളി സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായാൽ പാർട്ടി ആകെ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയാകും നേരിടുക. ഇത് പാർട്ടിയുടെ വിലയിരുത്തൽ കൂടിയാണ്. എന്നാൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം എന്നതിനാൽ കാര്യമായ ഇടപെടലുകൾ സാധ്യമല്ല എന്ന്. അതിനാൽ കടുത്ത പ്രതിരോധത്തിലാണ് പാർട്ടി. അതേസമയം പ്രാഥമികമായ ചോദ്യം ചെയ്യലാണ് നടന്നതെന്നും മൊഴികളും തെളിവുകളും പരിശോധിച്ച് അറസ്റ്റിൽ തീരുമാനമെടുക്കുമെന്നാണ് SIT പറയുന്നത്. പോറ്റിയും കടകംപള്ളിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എങ്കിലും സ്വർണ്ണക്കൊള്ളയിലെ പങ്കിന് ഇനി തെളിവ് കണ്ടെത്തണം. എന്നാൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിച്ചുള്ള അന്വേഷണത്തിൽ കാര്യങ്ങൾ മാറി മറിയാനാണ് സാധ്യതയല്ല, ഏതാണ്ട് ഉറപ്പുകൂടിയാണ്. പോറ്റിയെ അറിയാമെങ്കിലും സ്വർണം പൂശൽ പോറ്റിയെ ഏൽപ്പിക്കാനുള്ള ബോർഡ് തീരുമാനത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് കടകംപള്ളിയുടെ മൊഴി. അതായത് നിസ്സാരമായി വിവാദങ്ങളിൽ നിന്നും തലയൂരാനുള്ള ഒരു ശ്രമം. ബോർഡ് സ്വതന്ത്ര സംവിധാനമായതിനാൽ എല്ലാ കാര്യങ്ങളും സർക്കാർ അറിയേണ്ടതില്ല. പിന്നെ സ്വർണ്ണപ്പാളികൾ കൈമാറാനുള്ള തീരുമാനം പൂർണ്ണമായും ബോർഡിന്റേതാണ്. എല്ലാ അപരാധവും ബോർഡിന്റെ തലയിൽ ഇരിക്കട്ടെ എന്നും താൻ അതിൽ പങ്കാളിയായിട്ടില്ല. പോറ്റിയുമായി മറ്റിടപാടുകൾ തനിക്ക് ഇല്ല. സ്വർണം പൂശാനായി ബോർഡോ വ്യക്തികളോ അപേക്ഷ നൽകിയിട്ടില്ല. സ്വർണം പൂശിയ കാര്യം ബോർഡ് സർക്കാരിനെ അറിയിച്ചിട്ടുമില്ല. അപ്പൊ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. മന്ത്രി എന്ന നിലയിൽ തനിക്ക് ഒരറിവും ഉണ്ടായിരുന്നില്ല എന്ന്. പിന്നെ എന്തിനാണ് മന്ത്രിയായിട്ടിരുന്നതെന്ന് ചോദിച്ചാൽ അതും അറിയാമേല. അതേസമയം സ്വർണ്ണക്കൊള്ളയ്ക്കായി ബോർഡ് ഒന്നടങ്കം ഗൂഢാലോചന നടത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. അതിനാൽ കടകംപള്ളി ദേവസ്വം മന്ത്രി ആയിരിക്കെ നടന്ന സംഭവത്തെ കുറിച്ച് മന്ത്രിക്കും അറിവുണ്ടാകാം എന്നാണ് SITയുടെ വിലയിരുത്തൽ. എത്രയൊക്കെ കള്ളം പറഞ്ഞാലും കള്ളം കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു. അത് പകൽ പോലെ വ്യക്തമാണ്. ഇനി എത്രയൊക്കെ നല്ല പിള്ള ചമയാൻ ശ്രമിച്ചാലും കള്ളത്തനം മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. കടകംപള്ളി കൂട്ടിലാകും.